വോട്ടർമാർക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവരും ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് ഈ കാണിക്കുന്നതല്ല. മൂന്നാം തവണയും തുടർച്ചയായി LDFിൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് മാത്രമല്ല, ഒരേ മുഖ്യമന്ത്രിയുടെ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ചിഹ്നത്തിനല്ലല്ലോ ഇവിടെയുള്ളവർ വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യുന്നത് LDF ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആദർശങ്ങൾക്കും വികസന രാഷ്ട്രീയത്തിനുമാണ്. ജനങ്ങൾ കൂടെ നിൽക്കുമ്പോൾ ആയിരിക്കും ശക്തിയില്ലാതിരിക്കുക. തൻ്റെ സ്വന്തം തട്ടകമായ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണയും LDFിന് വേണ്ടി ജനവിധി തേടുന്നത് മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവെച്ച് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. എങ്ങനെയാണ് വോട്ടർമാരുടെ പ്രതികരണം? എങ്ങനെയാണ് ഈ കാണുന്നത്? സന്തോഷമാണ്. വോട്ടർമാർക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവരും ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് ഈ കാണിക്കുന്നതല്ല. ഇത്തവണ എങ്ങനെയാണ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക? എങ്ങനെയാണ് വിജയം ഉണ്ടാവുക? എങ്ങനെയാണ് ഇത്തവണയും ഓരോ തവണയും ഞങ്ങൾ മത്സരിക്കുന്നത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനാണ്. ഇതുവരെ ആ ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട്. ഇത്തവണയും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകന്മാർ കഴിഞ്ഞ കുറേ ദിവസമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിട്ടയായ ആവേശം ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. ഭൂരിപക്ഷം വർദ്ധിക്കൽ നമുക്ക് കൃത്യമായി എണ്ണിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ പ്രതീക്ഷകൾ? എങ്ങനെയാണ്? UDF വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നു. VD സതീശൻ പറയുന്നു 100+ സീറ്റാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനകൾക്ക് മറുപടി പറയാൻ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇത്തവണ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അധ്യായത്തിൽ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നതിനാണ്. ആ പുതുചരിത്രം എന്ന് പറയുന്നത് മൂന്നാം തവണയും തുടർച്ചയായി LDFിൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് മാത്രമല്ല, ഒരേ മുഖ്യമന്ത്രിയുടെ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. അങ്ങനെ ചരിത്രം കുറിക്കാൻ ഭാഗ്യം ലഭിച്ച വോട്ടർമാരാണ് ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വോട്ടർമാർ. മറ്റൊന്ന്, അങ്ങയെ സംബന്ധിച്ച് സ്ഥിരമായി ഉപയോഗിക്കുന്ന ചിഹ്നം ഇത്തവണയില്ല. അങ്ങയുടെ ഒരു അപരനാണ് ക്ലോക്ക് കിട്ടിയിരിക്കുന്നത്. അവരെയൊക്കെ എലത്തൂർ മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. ചിഹ്നത്തിനല്ലല്ലോ ഇവിടെയുള്ളവർ വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യുന്നത് LDF ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആദർശങ്ങൾക്കും വികസന രാഷ്ട്രീയത്തിനുമാണ്. അതിനെ മറികടക്കാൻ ഒരു അപരനും സാധിക്കില്ല. അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ആദ്യം അപശബ്ദമുണ്ടായിരുന്നു. അങ്ങേക്ക് പ്രായമായി മാറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരം അപശബ്ദങ്ങൾ പ്രായമായി എന്ന് പറയുന്നത് എങ്ങനെ അപശബ്ദമാകുന്നു? അത് അപശബ്ദമല്ല. അത് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രായമായവർ മാറി നിൽക്കണം മത്സരത്തിൽ നിന്നൊക്കെ പറയുന്നത് ശരിയായ രീതിയാണോ? ശരിയാണല്ലോ. നമ്മൾ എപ്പോഴും ഒരു പുതുതലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രമത്തിൽ പങ്കാളികളാകുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ ചെറിയ പാർട്ടികൾക്ക് 2-3 സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടികൾക്ക് ജനങ്ങളുടെ അഭിലാഷം, പ്രവർത്തകൻ്റെ അഭിലാഷം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞുവെന്ന് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത് പ്രവർത്തകന്മാരെയും കമ്മിറ്റിയെയും ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന സംഘടനാ പ്രവർത്തന ചരിത്രം. ആ ചിത്രത്തിലൂടെ, ആ സംവിധാനത്തിലൂടെ എന്നെ തീരുമാനിച്ചു. പ്രവർത്തകരും LDF പ്രവർത്തകരും പൂർണ്ണ മനസ്സോടെ ആഹ്ലാദത്തോടെ എന്നെ വരവേൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇന്ന് ഈ മണ്ഡലത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായത്തിലും എനർജറ്റിക് തന്നെയാണ്. ജനങ്ങൾ കൂടെ നിൽക്കുമ്പോൾ ആയിരിക്കും ശക്തിയില്ലാതിരിക്കുക. വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ആശംസകൾ. വലിയ പ്രതീക്ഷയാണ്. ഈ പ്രായത്തിലും താൻ വലിയ ജനങ്ങൾ കൂടെ നിൽക്കുമ്പോൾ വലിയ എനർജറ്റിക് ആണ് എന്ന് തന്നെയാണ് AK ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ എലത്തൂരിൽ വിജയിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.